ചുവപ്പ് ഭീകരതയെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ അമിത്ഷാ തുടങ്ങി വെച്ച ദൗത്യം പൂർത്തീകരിക്കുന്ന വേളയിൽ പുതിയൊരു ദൗത്യത്തിനു കൂടി ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു വലിയ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതിൽ സംബന്ധിച്ച് സെപ്റ്റംബർ 16-ാം തീയതി 36 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് വിരുദ്ധ ഫോഴ്സ് ANTF-ന്റെ സമ്മേളനമാണ് അമിത്ഷാ ഉദ്ഘാടനം ചെയ്തത്. ഇതിലൊരു രൂപരേഖ ഈ മയക്കുമരുന്ന് വേട്ടയ്ക്കെതിരായി, അതായത് 2047 ആകുമ്പോഴേക്കും മയക്കുമരുന്ന് രഹിതമായ ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ നാശാമുക്ത് ഭാരത് അഭിയാൻ മയക്കുമരുന്നിൽ പ്രതിരോധവും നിയന്ത്രണവും അവബോധവും ഒക്കെ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു വലിയ ചൂടുവെപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് നിർദാക്ഷിണ്യം മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ടവർക്ക്, മയക്കുമരുന്ന് കടത്തുന്നവരോട് നിർദാക്ഷിണ്യം ഇനി പെരുമാറും എന്ന് തന്നെയാണ് ഇതിൽ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതായത് ഇനി അത്തരക്കാർ ഇവിടെ വേണ്ട, ആ ശൃംഖല പോലും ഇനി ഇവിടെ വേണ്ട. അതിനായി എന്തൊക്കെ നടപടികൾ എടുത്തു എന്ന് കൂടി ഇതിൽ വിശദീകരിക്കും. അതുകൂടി മനസ്സിലാകുമ്പോഴായിരിക്കും പ്രേക്ഷകർക്ക് ഇതിൽ എത്രത്തോളം നമ്മുടെ രാജ്യം മുൻപോട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2019 4 തലത്തിലുള്ള സംവിധാനം നിലവിൽ വന്നു. 2019 രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലഘട്ടമായിരുന്നു. നക്കോട്ട് സ്ഥാപിച്ചു. ഇതിൽ തന്നെ ഇതിന്റെ വിവിധ സമിതികളുടെ ഏകോപനത്തിന് വേണ്ടിയിട്ട് ഒരു JCC കൂടി സമിതി രൂപീകരിച്ചിരുന്നു. NCB ആദ്യമായി തന്നെ K9 പൂൾ തൊട്ട് 10 വരെയുള്ള ഓഫീസുകളിലും ലൊക്കേഷനുകളിലുമൊക്കെ ഇതിനായിട്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തി. SIMS വഴി, ആ പോർട്ടൽ വഴിയും, നിദാൻ വഴിയും, എൻകോഡ് വഴിയും, എൻകോഡ് ഇതൊക്കെ പോർട്ടലുകളാണ്, എൻകോഡ് വഴിയും, ബിസാഗ് അതായത് BISAG പോർട്ടൽ വഴിയും കൂടുതൽ ഡേറ്റകൾ കളക്ട് ചെയ്യുകയും അനാലിസിസ് ചെയ്യുകയും ചെയ്തു. ഇതിൽ തുടർന്ന് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയം, ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ്, ഫിഷിംഗ് മന്ത്രാലയം, NCRB, NIA, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, DRI, NMSE, ED, NTRO എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു ശൃംഖല തന്നെ മയക്കുമരുന്ന് വേട്ടയ്ക്കായി രൂപപ്പെടുത്തി. 2021 അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളോടും ആന്റി നർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ, അതായത് ANTF രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം എല്ലായിടത്തും അത് രൂപീകരിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി. 46 രാജ്യങ്ങളുമായി ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ, അതായത് അവരെ പിടികൂടുന്നതിനും മറ്റുമുള്ള കരാറിൽ ഒപ്പുവെച്ചു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 14,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. 23,000 കിലോ സിന്തറ്റിക് മരുന്നുകളും പിടികൂടി. 2019-24 കാലയളവിൽ 1.1 ലക്ഷം കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തു. 7.37 ദശലക്ഷം കിലോയാണ് പിടിച്ചെടുത്തത്. ഇതേ കാലയളവിൽ 49.9 കോടി വിലമതിക്കുന്ന 2.53 ദശലക്ഷം കിലോ കൂടുതൽ നശിപ്പിക്കുകയും ചെയ്തു. മയക്കുമരുന്ന് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. 2024 ഇന്ത്യൻ നിയമനിർമ്മാണ ഏജൻസികളാണ് ഇവയെ പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. ഒപ്പം തന്നെ 25,330 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 55% വർധനമാണ് ഈ മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നതിലും നശിപ്പിക്കുന്നതിലും നമ്മുടെ രാജ്യം കൈവരിച്ചത്. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നതിന് മുമ്പുള്ള 10 വർഷം, അതായത് 2004-നും 2014-നും ഇടയിലുള്ള 10 വർഷം നമ്മുടെ രാജ്യം നശിപ്പിച്ച മയക്കുമരുന്നുകൾ 8,150 കോടി രൂപയുടേതായിരുന്നെങ്കിൽ ഇപ്പോഴത് 7 മടങ്ങ് വർദ്ധിച്ച് 56,861 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നാശമുക്ത് ഭാരത് അഭിയാൻ വഴി 16.5 കോടിയിലധികം ആളുകളെ ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഉപയോഗം നാശമാണെന്ന് അറിയിക്കുവാനായിട്ട് കഴിഞ്ഞു. ഒപ്പം തന്നെ 27.76 ലക്ഷത്തിലധികം പേരെ ചികിത്സിക്കുവാനും അവരുടെ പുനരധിവാസത്തിന് വേണ്ട കാര്യങ്ങൾക്ക് സഹായം ചെയ്യുവാനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തുടനീളം 730 സൗജന്യ പുനരധിവാസ കേന്ദ്രങ്ങൾ ഇപ്പോൾ നിലവിൽ സർക്കാർ നടത്തുന്നുണ്ട്. 10,000 മാസ്റ്റർ വാളണ്ടിയർമാർക്ക് ഔട്ട്റീച്ച് ബോധവൽക്കരണത്തിനുള്ള പരിശീലനം നൽകി. അവരിപ്പോൾ ഫീൽഡിലുമാണ്. രാജ്യത്ത് ഉടനീളമുള്ള ജില്ലകളിൽ നിലവിൽ മയക്കുമരുന്ന് രഹിത ഇന്ത്യ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. 372 ജില്ലകളിൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. 10 കോടി ജനങ്ങളാണ് അതിൽ ആ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്തത്. 3 ലക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ്. മനസ്സ് പോർട്ടൽ വഴി 24/7 നമുക്ക് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് പൊതുജനങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ മയക്കുമരുന്ന് കടത്തിനെ കുറിച്ചും മറ്റുമൊക്കെയുള്ള സൂചനകളും റിപ്പോർട്ടിങ്ങുകളും ഒക്കെ നടത്താവുന്നതാണ്. ഒപ്പം തന്നെ ഒരു ടോൾ ഫ്രീ നമ്പരുമുണ്ട്. 1933 എന്നാണ് ആ നമ്പർ. ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെക്കുറിച്ചും ഒപ്പം തന്നെ അതിൻ്റെ കടത്തിനെക്കുറിച്ചുമൊക്കെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി വരും നാളുകളിൽ മയക്കുമരുന്ന് കടത്തുകാരോട്, മയക്കുമരുന്ന് ശൃംഖലയോട് ഒരു ദാക്ഷിണ്യവും വേണ്ട ക്രൂരമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും ഇനി വിവിധ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക എന്ന ഒരു വലിയ നീക്കത്തിനാണ് ഇപ്പോൾ അമിത്ഷാ തുടക്കം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.